ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് ഏറ്റവും നല്ലൊരു ദിവസം ആത്മാർത്ഥമായിട്ട് നേരുക. ഈശോയുടെ ശക്തമായ ഒരു ഇടപെടൽ ഇന്നേ ദിവസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ഈശോ പിതാവിനോട് പറയുന്നതാണ് ഈ കാര്യം. പിതാവേ, ഞാൻ ലോകത്തിൻ്റേതല്ല, അത് നിനക്കറിയാമല്ലോ. അതുപോലെ ഇവർ എൻ്റെ ശിഷ്യന്മാരും ലോകത്തിൻ്റേതല്ല. അവരെ കാത്തുകൊള്ളണമെന്നാണ് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുക. എങ്കിലും പ്രിയ സഹോദര സഹോദരി, ഇന്ന് ജീവിതത്തിൽ നീ ഒന്നോർത്തോളണം. നീ ലോകത്തിൻ്റേത് അല്ല. ലോകത്തിന് നീ അനുരൂപപ്പെടരുത്. നീ സ്വർഗത്തിൻ്റേതാണ്. നീ ഈശോയുടേതാണ്. അപ്പോൾ സ്വർഗമാണ് നിൻ്റെ ലക്ഷ്യമെങ്കിൽ, ഈശോയാണ് നിൻ്റെ ലക്ഷ്യമെങ്കിൽ, നിൻ്റെ കണ്ണ് ഉറക്കേണ്ടത് അവിടെയാ, സ്വർഗത്തിൽ. അവിടെയാ, ഈശോയിൽ. അവിടെയാ, ദൈവിക കാര്യങ്ങളിൽ. കണ്ണ് ഉറപ്പിച്ചു പോകുന്നിടത്ത് നീ എത്തിച്ചേരുള്ളൂ. സ്വർഗം നിൻ്റെ സ്വപ്നമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾക്ക് ഒപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിൻ്റെ കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം ഈ വ്യക്തിക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.